ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഞാനും ഇക്കയും കൂടി എൻ്റെ നാട്ടിലോട്ട് പോകാൻ വേണ്ടി അങ്ങനെ വണ്ടി കയറിയിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഓട്ടോയിലാണ് കേട്ടോ. ട്രെയിനിൽ പോകാമെന്ന് ഇപ്രാവശ്യം ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങളിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഏഴംകുളം എത്തിയിട്ടുണ്ട്. ഞാനും ഇക്കയും കൂടെ ഇപ്രാവശ്യം മലപ്പുറത്തേക്ക് പോകുന്നത് എൻ്റെ എളാപ്പയുടെ വീടിൻ്റെ പാല് കാച്ചലിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞായറാഴ്ചയാണ് പാല് കാച്ചൽ കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച തന്നെ ഞങ്ങൾ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി. വീട്ടുകാരോട് മലപ്പുറത്ത് ഉള്ളവരോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ശനിയാഴ്ച വെളുപ്പിന് വീട്ടിലെത്തൊന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അടൂർ വരെ നമുക്ക് ഓട്ടോയിൽ പോകാമെന്ന് വിചാരിച്ച് അവിടുന്ന് നമുക്ക് ചെങ്ങന്നൂർ വരെ നമുക്ക് അടൂരിൽ നിന്ന് ബസ്സിന് കയറിപ്പോവാം. ഞങ്ങളാണെങ്കിൽ നേരത്തെ തന്നെ ഒരു രാത്രി 8 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമുക്ക് കുറച്ചധികം യാത്ര ചെയ്യേണ്ടേ. അടൂരിൽ നമുക്ക് ചെങ്ങന്നൂർ വരെ എത്തണ്ടേ. ട്രെയിൻ സമയം 11:30 തോന്നുന്നത്. എല്ലാ പ്രാവശ്യവും ഓണത്തിന് ഞങ്ങൾ നാട്ടിൽ പോകുന്നതാണ്. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഞങ്ങൾ കഴിഞ്ഞ വലിയൊരുനാളിന് നാട്ടിൽ പോയതാണ്. എനിക്കാണെങ്കിൽ എല്ലാവരും കാണാൻ ഭയങ്കര ആഗ്രഹമായിട്ടൊക്കെ ഒത്തിരി അതിലേ പോയിട്ട്. ഇപ്പോൾ വലിയൊരുനാളിന് പോയതല്ലേ. അതിന് ശേഷം ഞങ്ങൾ പോയിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും കാണാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. നമുക്കാണെങ്കിൽ എല്ലാവരും കാണാൻ തോന്നുമ്പോൾ നമുക്ക് പോയി വരാൻ പറ്റുന്ന സ്ഥലത്തല്ലല്ലോ, കുറച്ചധികം ലോങ് അല്ലയോ. അപ്പോൾ നമുക്ക് പോകാൻ പറ്റുന്ന സൗകര്യവും സാഹചര്യവും എല്ലാം നോക്കിയിട്ട് വേണ്ട നമുക്ക് പോകാനെങ്കിൽ. ഞങ്ങളങ്ങനെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ആ സമയത്ത് തന്നെ ഞങ്ങൾക്കൊരു ബസ് കിട്ടി. അങ്ങനെ ഞങ്ങൾ നേരെ ബസ്സിലോട്ട് ചാടിക്കയറുക ചെയ്തത്. അങ്ങനെ KSRTC ബസ്സിൽ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ചെങ്ങന്നൂർ ഇറങ്ങാം. എന്നിട്ട് അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം. ബസ്സിലാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഏതായാലും ഞങ്ങൾക്ക് 2 പേർക്ക് ഏതായാലും സീറ്റൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ ഇക്ക പുറകിലെ സീറ്റിലാണ് ഇരുന്നത്, ഞാൻ ഫ്രണ്ടിലെ സീറ്റാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ ഇരുന്ന് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളാണെങ്കിൽ അധികം ഞങ്ങൾ യാത്ര ചെയ്യലും ഒന്നല്ലെങ്കിൽ വെളുപ്പിന് അല്ലെങ്കിൽ രാത്രി, ഈ 2 സമയത്താണ് ഞങ്ങളങ്ങനെ മലപ്പുറത്തോട്ട് എപ്പോഴും യാത്ര ചെയ്യാറ് കേട്ടോ. അതാകുമ്പോൾ അധികം ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മളങ്ങനെ വെളുപ്പിനെ ആകുമ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തുമല്ലോ. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയിട്ട് കുറച്ചധികം സമയമായിട്ടോ. അങ്ങനെ നമുക്ക് ചെങ്ങന്നൂർ എത്താറായിട്ടുണ്ട്. ഞങ്ങൾ ചെങ്ങന്നൂർ എത്തി, ബസ്സിൽ നിന്ന് ഇറങ്ങി. ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം. ഞങ്ങൾക്കാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ ഓട്ടോ ഒന്നും കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടക്കാൻ പറഞ്ഞ് ഞാനൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്താറായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒടുവിൽ റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ. നേരെ ഇനി പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വരാം. അങ്ങനെ ഇക്ക ഫ്രണ്ടിൽ നടക്കുന്നിട്ട് തൊട്ട് പിറകെ ഞാനും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ടിക്കറ്റ് എടുക്കണം. അങ്ങനെ ഇക്ക പോയിട്ട് ടിക്കറ്റൊക്കെ എടുത്തു. അതിന് ശേഷം ഞങ്ങൾ നേരെ പ്ലാറ്റ്ഫോമിലോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പ്ലാറ്റ്ഫോമിലെത്തിയപ്പോൾ ഒരു ട്രെയിൻ വരുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ വിചാരിച്ചു ഇന്ന് വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ വീഡിയോ എടുത്തതാണ്. ഞങ്ങൾ പ്ലാറ്റ്ഫോമിലോട്ട് ട്രെയിൻ കയറാൻ വേണ്ടി എത്തിയപ്പോൾ അധികം തിരക്കൊന്നും കണ്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടുകൊണ്ട് ഒത്തിരി പേരുകൾ വന്നു. നല്ല തിരക്കായിപ്പോയി. അങ്ങനെ 11:30 ആയപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ എത്തി കേട്ടോ. അങ്ങനെ ട്രെയിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ട്രെയിനിൽ കയറാൻ. ട്രെയിനിനകത്തോട്ട് കയറിയപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് സീറ്റൊന്നും കിട്ടിയില്ല. ആകെ പെട്ടുപോയി ഗൈസ്. അങ്ങനെ ഒടുവിൽ ഞാൻ ഇക്കയും ഡോറിൻ്റെ തൊട്ടടുത്ത് ബാഗ് തറയിലിട്ട് ഞങ്ങൾ അതിൻ്റെ മണ്ടയിലിരുന്നാണ് ഞങ്ങൾ യാത്ര ചെയ്തിട്ട്. ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ സീറ്റ് കിട്ടാതെ ഇരിക്കുന്നത്. ഞങ്ങൾ എല്ലാ പ്രാവശ്യം ബുക്ക് ചെയ്തിട്ട് പോകാറാണ്. ഈ പ്രാവശ്യം ബുക്ക് ചെയ്തപ്പോൾ നമുക്ക് ടിക്കറ്റൊന്നും കിട്ടിയില്ല. എല്ലാം ഫുള്ളാണെന്ന് ആണ് പറഞ്ഞത്. എന്താവെന്ന് അറിയില്ല. ഇനി ഇടയ്ക്ക് ഓരോ സ്റ്റോപ്പ് എത്തുമ്പോൾ നമുക്ക് സ്ഥലം കിട്ടുമോ എന്താ ഒന്നും അറിയില്ല. ഏതായാലും നോക്കാം. നമുക്ക് ഒത്തിരി മണിക്കൂറും നമുക്ക് യാത്ര ചെയ്യേണ്ടതല്ല. 11:30 കയറിയ വെളുപ്പിന് ഒരു 4:45 മണിക്കകത്തേ ഉള്ളൂ മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനിലെത്തും. അതുവരെ നമുക്ക് ഇങ്ങനെ ഇരുന്ന് പോകാനൊന്നും പറ്റത്തില്ല ഗൈസ്. ഈ കാണുന്നതാണ് നെടുമ്പാശ്ശേരി എയർപോർട്ട് കേട്ടോ. അവിടെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന വീഡിയോയിൽ പകർത്താമെന്ന്. അപ്പോൾ ഞാൻ ചുമ്മാ വീഡിയോയിൽ എടുത്ത് അപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. ഏതായാലും നമുക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഉറങ്ങാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ വിചാരിച്ചെന്നാൽ വീഡിയോ എടുക്കാം, സമയം പോകുമല്ലോ ഗേസ്. ഒടുവിൽ ഞാൻ അങ്ങനെ എൻ്റെ നാട്ടിലെത്തി കേട്ടോ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി. ഇങ്ങനെ ട്രെയിനിൽ ഇറങ്ങി ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഓട്ടോയിൽ വേണം നമ്മൾ വീട്ടിലോട്ട് പോകാൻ. അപ്പോൾ ഓട്ടോ സ്റ്റാൻഡിലോട്ട് നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊക്കെ ഓട്ടോയിൽ കയറി. ഇനി നേരെ വീട്ടിലോട്ട് പോകാം.
അങ്ങനെ ഗേസ് ഞാൻ എൻ്റെ നാട്ടിലെത്തി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലുള്ള നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും.